നമസ്കാരം. ട്രാവൽ ഫോർ എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇടുക്കി കാഴ്ചകളിലാണ് ഇന്ന് ചെറുതോണി ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുളമാവ് ഡാമിന് ശേഷം വരുന്ന ചെറിയ ഒരു ജംഗ്ഷനുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് കിളിവള്ളി എന്നാണ്. ആ സ്ഥലപ്പേര് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. അത്തരമൊരു സ്ഥലത്തെ ഒരു കടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കിളിവള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് നമ്മുടെ കുളമാവ് ഡാമിനോട് കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കടയിൽ ഞങ്ങൾ വരുമ്പോൾ ഒരു ചെറിയൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ബോട്ട് എന്ന് പറയുന്നൊരു പലഹാരം, ഇത് തേങ്ങ പീര കൊണ്ടുണ്ടാക്കുന്ന മധുരം ചേർത്തൊരു പലഹാരമാണ്. അത്തരമൊരു പലഹാരമൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഇതാണ് മെയിൻ റോഡ്, ചെറുതോണിക്ക് ഉള്ള റോഡാണ്. അതിൻ്റെ മറുസൈഡിൽ കാണുന്നതാണ് കുളമാവ് ഡാം. അതുപോലെ തന്നെ ഇത് കിളിവള്ളി എന്ന പ്രദേശമാണ്. ഇവിടെ താഴോട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കോൺക്രീറ്റ് റോഡ് അതിൻ്റെ ഇടവഴി കടന്നു പോകുന്നുണ്ട്. ഇതല്ലേ ആ കോൺക്രീറ്റ് റോഡാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴോട്ട് റോഡുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, കാരണം മുഴുവൻ മലനിരകളാണ്. ഇതാണ് നമ്മൾ വന്ന് നിൽക്കുന്ന ആ ജംഗ്ഷൻ, കുളമാവ് ഡാമിന് സമീപമുള്ള ജംഗ്ഷൻ. കിളിവള്ളി എന്ന് പറയുന്ന ജംഗ്ഷനാണ്. ഇതിന് താഴെയാണ് കിളിവള്ളി വ്യൂ പോയിൻ്റ് ഉള്ളത്. ഇത് നമ്മുടെ കുളമാവ് ഡാമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ ആ കിളിവള്ളി വ്യൂ പോയിന്റിലേക്കൊന്ന് ഇറങ്ങുകയാണ് താഴോട്ട്. ഇത് ഇവിടെ ഒരു ചെറിയ കോൺക്രീറ്റ് റോഡാണ്. ഒരു വണ്ടിക്ക് കടന്നു പോകാൻ മാത്രം ഇടയുള്ള കോൺക്രീറ്റ് റോഡ്. ഒരു സൈഡിൽ മലയും മറു സൈഡിൽ അഗാധമായ ഗർത്തവുമാണ്. അത്തരം റോഡിലൂടെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. നല്ല ഇറക്കമാണ്. അതുപോലെ തന്നെ റോഡ് ചെറുതാണ്, കോൺക്രീറ്റ് റോഡാണ്. വളരെ സൂക്ഷിച്ചു പോകേണ്ട വഴികളാണ്. തന്നെയുമല്ല ഇത് നല്ല ഹെയർപിൻ വളവാണ്. ഇതിനകത്ത് ചെറിയ ഹെയർപിൻ വളവാണ്. നമ്മളൊരു കാറ് പോലും നമുക്ക് കൃത്യമായി വളച്ചെടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റോഡിൽ ഞങ്ങൾ ഈ വളവ് വണ്ടി അങ്ങോട്ട് ഫുള്ളായിട്ട് തിരിയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹെയർപിന്നിൽ കണ്ടിട്ടുണ്ട്, ലോറിയൊക്കെ പുറകോട്ടെടുത്ത് തിരിച്ചു കൊണ്ടുപോകുന്ന പോലെ അതേ പ്രതീതിയിലാണ് ഞങ്ങൾ ഈ ചെറിയ കാറ് പോലും. കാരണം അത്രയേറെ ഹെയർപിന്നാണ്, വളവാണ് ഈ റോഡിലുള്ളത്. സൂക്ഷിച്ചു പോകേണ്ട ഒരു വഴിയാണ്. കാഴ്ചയൊക്കെ നല്ലതാണ്, പക്ഷേ നമുക്ക് സേഫ്റ്റി അത്രയ്ക്ക് നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു സൈഡിൽ അഗാധമായ ഒരു കൊക്ക തന്നെയാണ്. നമ്മളിവിടെ ഒരു ഉണ്ട്, മുകളിൽ കണ്ടതാണ് നമ്മൾ മെയിൻ റോഡ് പോകുന്നത്. മുകളിൽ കാണുന്ന പ്രദേശം മെയിൻ റോഡാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഒരു ഹെയർ പിന്നോട് തിരിയുമ്പോഴും ഇതുപോലെ തന്നെയാണ്. നമ്മൾ വണ്ടി പുറകോട്ട് ഒന്നുകൂടെ എടുത്തിട്ടാണ് തിരിച്ച് ഒന്നുകൂടെ പുറകോട്ടെടുത്ത് തിരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ വളവല്ല, ചെറിയ റോഡാണ്. നിങ്ങൾ കണ്ടു കാണും അല്ലേ, ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരമൊരു വഴിയിലൂടെ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ്. ഇവിടെ മുഴുവൻ നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. അവിടെ കോൺക്രീറ്റ് റോഡ് തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ മൺ റോഡിലൂടെ കുറച്ചും കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നതാണ് കുളമാവ് ഡാമിൻ്റെ താഴത്തെ ഭാഗമാണ് അല്ലേ. ഡാമാണ്, ഡാമിൻ്റെ താഴത്തെ ഭാഗമാണ്. വളരെ മനോഹരമായൊരു താഴ്വാരം. ഇവിടെ വരുമ്പോൾ ചില കുട്ടികളെയൊക്കെ ഞങ്ങൾ കണ്ടു. ഇവർ ഞങ്ങൾ പറഞ്ഞു ഇവിടെ താഴോട്ട് വഴി മുന്നോട്ട് പോകും, താഴോട്ട് പോകും. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. ഈ കുട്ടികളുടെ വീടാണ് ഈ താഴെ കാണുന്നത്. ഈ താഴോട്ടുള്ള വഴി ഇതുവഴി ചെന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ചെന്ന് വീണ്ടും ആ മെയിൻ റോഡിലേക്ക് ചെന്ന് കയറും. അങ്ങനെയും പോകാമെന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ ആ വഴി പോകാതെ തിരിച്ച് നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ മുകളിലോട്ട് കയറി കിളിവള്ളി എന്ന് പറയുന്ന നമ്മൾ മുമ്പേ താഴോട്ട് യാത്ര തുടങ്ങിയ ആ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഇതാണ് കിളിവള്ളി എന്ന് പറയുന്ന ആ വ്യൂ പോയിൻ്റ്. വളരെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ മെയിൻ റോഡിലേക്ക്, ചെറുതോണി റോഡിലേക്ക് എത്തി ഇടത്തോട്ട് തിരിയുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ കുളമാവ് ഡാമാണ്. ഞങ്ങളെന്തായാലും ചെറുതോണിയിലേക്ക് പോകുമ്പോൾ കിളിവള്ളിയിലെ ഒട്ടനവധി സഞ്ചാരികളൊക്കെ വണ്ടി നിർത്തി, വാഹനങ്ങളൊക്കെ നിർത്തി ഇവിടെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. അപ്പോൾ നമ്മളിത് മെയിൻ റോഡാണ് ചെറുതോണിക്കുള്ളത്. നമ്മുടെ വലത് സൈഡിൽ കാണുന്നത് കുളമാവ് ഡാമിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ അത്തരമൊരു വഴിയിലൂടെ നമ്മൾ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ചെറുതോണി റോഡിലൂടെ വരുമ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ഇവിടെ നമ്മൾ ഇടത്തോട്ട് തിരിയുന്നത് ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്.
ഇപ്പോൾ മെയിൻ റോഡിൽ നമ്മൾ തിരിഞ്ഞ് അകത്തോട്ട് ഇടത്തെ സൈഡിലോട്ട് കയറുമ്പോൾ വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയും ഒക്കെയുള്ള ഒരു സമയത്താണ് ഞങ്ങളിത് വഴി പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതാണ് ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കുകളൊന്നും അധികം നമുക്ക് കാണുന്നുമില്ല. എന്തായാലും ഇവിടെ ഒട്ടനവധി ആളുകളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. നമ്മൾ മുമ്പ് കണ്ട പോലെ, അല്ലെങ്കിൽ നാടുകാണി, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നാടുകാണി വ്യൂ പോയിന്റിൽ കണ്ട പോലെയുള്ള ഒരു വലിയ താഴ്വാരത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ഇവിടെ നിൽക്കുമ്പോൾ വളരെ വലിയ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ് കണ്ടില്ലേ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. വിവിധ നിറങ്ങളിൽ മലകൾ അങ്ങേ അറ്റത്ത് വരെ നിരന്ന് നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ചെറുതോണി റോഡിലാണ്. കുളമാവിനും ചെറുതോണിക്കും ഇടയിലാണ് ഈ കാഴ്ച ഇവിടെയുള്ളത്. ഇവിടെ ഒട്ടനവധി ആളുകളൊക്കെ വന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. മലനിരകളാണ് അങ്ങേ അറ്റത്ത് കാണുന്നത് മുഴുവൻ. ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നാടുകാണി വ്യൂ പോയിൻ്റ് ഓർമ്മിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഉപ്പുകുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടനവധി ആളുകൾ ഇത് കണ്ടില്ലേ, അവരെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഫാമിലീസ് എല്ലാം ഉണ്ട്. അവരെല്ലാം ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നു, ഈ കാഴ്ചകൾ കാണുന്നു, ഇതൊക്കെ പകർത്തുന്നു. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ വഴിച്ചാലുണ്ട്. പുല്ല് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിലൂടെ ഒരു ചെറിയ വഴിച്ചാലാണ്. ആളുകളൊക്കെ പോയി തെളിഞ്ഞ ഒരു വഴിയാണ്. അപ്പോൾ അത്തരം വഴിയിലൂടെ ഞങ്ങൾ ശകലം ഒന്ന് മേലോട്ട് കയറുകയാണ്. വളരെ ശക്തമായ രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര സൗണ്ടും കേൾക്കാം. താഴെ നിന്നുള്ള കാറ്റെല്ലാം അടിച്ച് മേലോട്ട് കയറി ഇലകളെല്ലാം ഇളക്കിക്കൊണ്ടുള്ള വളരെ വലിയ ഒരു ശബ്ദമൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കേൾക്കാം. വളരെ തണുത്ത ഒരു കാലാവസ്ഥ തന്നെയാണ്. കാരണം മരങ്ങളൊക്കെ നിരവധിയുള്ള മരങ്ങൾ തണലിട്ട് നിൽക്കുന്ന വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞൊരു കാഴ്ചയിലൂടെയാണ് ട്രാവൽ ഫോർ എക്സ്പ്ലോർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇവിടെ വരുന്നതെല്ലാം നമ്മുടെ താഴ്വാരത്തിൻ്റെ ഒരു കാഴ്ചയാണ്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള വ്യൂ പോയിന്റുകളിൽ നിൽക്കുന്ന അതേ കാഴ്ച തന്നെ. ഇവിടെയുള്ളത് വളരെ മനോഹരമായ ഒരു കാറ്റാണ്. എന്തായാലും നിരവധി ആളുകൾ ഇത്തരം കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. ഒരു ഉച്ച സമയമായെങ്കിൽ പോലും വളരെ തണുപ്പ് തോന്നിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. വിവിധ നിറങ്ങളാണ് ഇവിടെ ഭൂപ്രകൃതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴൊക്കെ ഇതല്ല മുഴുവൻ പുല്ലാണ്. ആ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതുവഴി വരുമ്പോഴും ഇതിനകത്തൊക്കെ അനവധി ആളുകൾ ഇവിടെ നിന്ന് വിശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സുഹൃത്തുക്കളായ ആളുകളൊക്കെ വന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി റൈഡേഴ്സ് ആയിട്ടുള്ളവർ അവരെ ഒരു ശുദ്ധവായുവൊക്കെ ശ്വസിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ തണലൊക്കെ ഏറ്റ് കാറ്റൊക്കെ ഏറ്റ് കുറേ സമയം വിശ്രമിക്കുന്ന ഒരു സ്ഥലമായി ഇതിനെ മാറ്റുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ കണ്ടില്ലേ, ഇതാണ് ആ താഴ്വാരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. താഴോട്ട് വലിയ ഒരു ചെരിവാണ്. പ്രകൃതി തന്നെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം ഒരു കാഴ്ചയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കുകയാണ്. എന്തായാലും ഇവിടെ കാഴ്ചകളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. എങ്കിലും താഴ്വാരത്തിൻ്റെ കാഴ്ചയല്ലേ. കിലോമീറ്റർ മണം കിട്ടും. ധാരാണ്ട് വീണത് ധാരാണ്ട് കിടന്നോ. ഇങ്ങനെ ഇറങ്ങാൻ ചേട്ടാ. പേടിയാണോ മുന്നോട്ട് നീങ്ങും? താഴെ കാണുന്നത് റോഡാണ്. ഈ റോഡിലൂടെയാണ് നമ്മൾ മുമ്പ് വന്ന് വണ്ടി നിർത്തിയിരിക്കുന്നത്. ആ റോഡിലേക്ക് നമ്മൾ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒട്ടനവധി സഞ്ചാരികൾ, റൈഡേഴ്സ് ആയിട്ടുള്ള ഒട്ടനവധി പേർ കാഴ്ചകൾ കാണാനായിട്ട് ഈ വഴിയിലൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ
വളരെ മനോഹരമായ ഒരു കാഴ്ചയും തണലും ഒക്കെയുള്ള ഒരു കാറ്റ് നിറഞ്ഞ പ്രദേശത്തിലെ വളരെയധികം ആളുകൾ വരുന്നു, ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടൊക്കെ യാത്രകൾ ആഘോഷിക്കുകയാണ്. അപ്പം അത്തരം ആഘോഷങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. ചെറുതോണി ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഇതിലെ വഴി സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു ബോർഡാണിത്. ആന മുറിച്ച് കടക്കാൻ സാധ്യതയുള്ള റോഡ്, പതുക്കെ പോകുക, വാഹനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. അപ്പോൾ ഇവിടെ രാത്രികാലങ്ങളിൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. പകൽ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും അത്തരം ബോർഡുകൾ ഈ വഴിയിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം കാഴ്ചകളിലൂടെ നമ്മൾ മുന്നോട്ട് യാത്ര തുടരുകയാണ്. ചെറുതോണി ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ഇത്തരം ഒരു സ്മൃതിമണ്ഡപം ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കൊലുമ്പൻ്റെ സ്മൃതിമണ്ഡപമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് സ്ഥലം കണ്ട ഒരു വ്യക്തിയാണ് കൊലുമ്പൻ. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഈ സ്മാരക മന്ദിരം ഇവിടെ നിലനിൽക്കുന്നത്. ഇത് ചെറുതോണിക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഇടത്ത് സൈഡിൽ കാണാം. നമ്മൾ വരുന്ന വഴിക്കാണ് പൈനാവ്. ഇതാണ് ഇവിടുത്തെ ഇടുക്കി മെഡിക്കൽ കോളേജ്. പൈനാവ് മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നൊക്കെ അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജാണിത്. ഇത് പൈനാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ ഏക സർക്കാർ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അത്തരമൊരു സ്ഥാപനത്തിന് മുന്നിലൂടെയാണ് നമ്മൾ യാത്ര ചെറുതോണിയിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെറുതോണി ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മലയോര പട്ടണമാണ്. ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഹൈറേഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചെറുതോണി എന്ന് പറയുമ്പോൾ. ഈ ചെറുതോണി പ്രളയത്തെ അതിജീവിച്ച ചെറുതോണി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് കണ്ടില്ലേ, പ്രളയം തകർത്ത ഒരു വലിയ ഭാഗമാണിത്. ഈ പ്രദേശം ഇവിടം ഒരു ബസ് സ്റ്റാൻഡായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ വളരെ മനോഹരമായ അലങ്കാര പനകളെല്ലാം വളർത്തി വളരെ മനോഹരമായ സജീവമായ ഒരു വലിയ ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നതിൻ്റെ ഓർമ്മകളും കാഴ്ചകളും മാത്രമേ ഉള്ളൂ. കുത്തിയൊലിച്ചു പോയ ജലം അത്തരമുള്ള ഒട്ടനവധി ആളുകളുടെ സ്വപ്നങ്ങളെയെല്ലാം തകർത്തുകൊണ്ടാണ് കടന്നുപോയത്. ഇവിടെയെല്ലാം പ്രളയജലം കൊണ്ടുപോയതാണ്. അതിനുശേഷമുള്ള റീബിൽഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ പാലം ഓർക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ചെറുതോണി പാലം എന്ന് പറയുന്നത്. പ്രളയജലത്തെ അതിജീവിച്ച പാലമാണ്. ഈ പാലത്തിലൂടെ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തകൻ ഓടുന്ന ഒരു ചിത്രം പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും പ്രളയത്തിൻ്റെ ഭീതി അതേ തരത്തിൽ ഇവിടെ നിലനിർത്തുകയാണ്. അത്തരമൊരു ഭൂമിയിൽ നിൽക്കുമ്പോൾ ആ ഓർമ്മകളാണ് ഞങ്ങളുടെയും മനസ്സിൽ ഇവിടെ നിറയുന്നത്. എന്തായാലും വളരെ മനോഹരമായൊരു ഭൂപ്രകൃതിയൊക്കെയായിരുന്നു. അപ്പോൾ അതിനെയെല്ലാം കീറിമുറിച്ചുകൊണ്ട് പ്രളയജലം കടന്നുപോയൊരു വഴിയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ആ പാലത്തിലൂടെ, ചെറുതോണിയിലൂടെ ആ പാലത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇവിടെ ഇടത്തോട്ടുള്ള ആ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കാഴ്ചകൾ പകർത്തുകയാണ്. ഇതാണ് ഇനിയിപ്പോൾ പുതിയ പാലം വരികയാണ്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷനിൽ നിന്ന് അവിടെ കണ്ടില്ലേ, അവിടെ ഒരു ചെറിയ കട്ടിങ് കണ്ടില്ലേ, അങ്ങോട്ട് ചെന്ന് ചെരിഞ്ഞ് കയറുന്ന തരത്തിലായിട്ട് വലിയ പാലം ഇവിടെ വരുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ പഴയ പാലം ഇവിടെ നിലനിർത്തുമായിരിക്കും. കാരണം അത്ര ബലപ്പെട്ട ഒരു പാലമല്ലേ, പ്രളയത്തെ അതിജീവിച്ച പാലമല്ലേ. ഇവിടെയൊക്കെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ചെറുതും വലുതുമായി. ഇത് കണ്ടില്ലേ, ഒരു മുസ്ലിം പള്ളിയാണ്. ഈ പള്ളിയോട് ചേർന്ന് ഇവിടെ എല്ലാം മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അല്ലേ. ഈ മുസ്ലിം പള്ളിയോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുമുണ്ട്. കണ്ടില്ലേ, ഈ പള്ളിയുടെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. വളരെ ഒരു ഭീതിയിലാണ്. കാരണം അതിൻ്റെ തറയോട് ചേർന്ന് അത്രയും മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴോട്ട് പോയിരിക്കുകയാണ്. ഇതൊക്കെ ആ പ്രളയത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇതെല്ലാം, ബാക്കി കാഴ്ചകളാണ്. നമ്മളെ ഇവിടെ നിൽക്കുമ്പോൾ പോലും വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയാണ്. ആ പള്ളിയൊക്കെ എപ്പോഴാണ് നിലം പൊത്താം, അത്രയേറെ രീതിയിൽ ഭീതികരമായ രീതിയിലാണ് ഇവിടെ ഒരു സിറ്റുവേഷൻ ഉള്ളത്. എന്തായാലും നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു. കേരളം അതിജീവിച്ചു. അതുപോലെ തന്നെ അതിന് മുമ്പേ ചെറുതോണി പോലുള്ള ഈ മലയോര പട്ടണം അത്രയേറെ വലിയ ഒരു പ്രളയത്തെയൊക്കെ അതിജീവിച്ച് കഴിഞ്ഞ ആളുകളാണ്. അത്തരത്തിലുള്ളൊരു ഭൂമിയാണ്. അത്തരമൊരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ചെറുതോണിയുടെ പ്രളയം അതിജീവിച്ച ചെറുതോണിയുടെ ഈ കാഴ്ച ഞങ്ങൾ ട്രാവൽ ഫോർ എക്സ്പ്ലോർ ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറുതോണി സിറ്റിയാണ്. ചെറുതോണിയുടെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വഴി എറണാകുളം അല്ലെങ്കിൽ മണിയാറൻകുടി
ഒക്കെയുള്ള പ്രദേശത്തേക്ക് പോകാൻ പറ്റുന്ന മലയോര പ്രദേശത്തെ ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഈ താഴോട്ട് കിടക്കുന്ന വഴി എന്ന് പറയുന്നത് കട്ടപ്പനയ്ക്ക് പോകാം. ഇടുക്കി കട്ടപ്പനയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ പാലവുമൊക്കെ. ഇത് മലയോര പ്രദേശത്തെ ഈ പ്രദേശത്തെ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ഒരു വാണിജ്യ കേന്ദ്രമാണ്, ഒരു ടൗണാണ്. അതിൻ്റെ ഒരു ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒട്ടനവധി നിരവധിയായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മലഞ്ചരക്ക് വ്യാപാരങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ചെറുതോണി. അപ്പോൾ ചെറുതോണിയുടെ പ്രയാണന്തര കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുമ്പോൾ ആ പാലമൊക്കെ, വലിയ പാലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. എന്തായാലും അത്തരം ഒരു കാഴ്ച ഇനിയും ഉണ്ടാവട്ടെ. ഐശ്വര്യപൂർണ്ണമായ ഒരു ചെറുതോണിയാകട്ടെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇടുക്കി ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുകയാണ്, യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിൻ്റെ ചെറിയൊരു കവലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. ഈ ഇടുക്കിയുടെ പേരിലാണ് ജില്ല അറിയപ്പെടുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ ക്ലൈമാക്സ് ചിത്രീകരിച്ച ആ കളിക്കളമാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ബോട്ടം, ആർച്ച് ഡാമിൻ്റെ ബോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് ഇടുക്കി കവലയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി കവല എന്ന് പറയുന്നൊരു ചെറിയ കവലയിലാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ, വലത്തോട്ട് ചെറിയ വഴിയുണ്ട്. ഈ വഴി തിരിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബോട്ടത്തിലെത്താം. അങ്ങ് വരെ അങ്ങ് എത്താൻ പറ്റത്തില്ലെങ്കിലും ഇതിൻ്റെ ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്നുകൊണ്ട് ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് രണ്ട് മലകൾക്കിടയിൽ ഒരു മതിൽ പോലെ കാണുന്നതാണ് വെള്ള നിറത്തിൽ. അതാണ് ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഇത് ഷട്ടറുള്ള ഡാമല്ല, രണ്ട് മലകളെ തമ്മിൽ ബന്ധിച്ച് വെള്ളം കെട്ടി നിർത്തുന്ന ഇടുക്കി ഡാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, കണ്ടിട്ടുള്ളതാണ്, പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള ഇടുക്കി ഡാമിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇടുക്കി കവലയിലാണ്. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ വലത്തോട്ട് തിരിയുന്നത് കട്ടപ്പന റൂട്ടിൽ തിരിയുമ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രേക്ഷകരെ, നിങ്ങൾ കാണേണ്ടത് ഇതാണ് ഇടുക്കി കവല എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇതൊരു ചെറിയ കവലയാണ്. ഈ കവലയുടെ പേരിലാണ് ഇടുക്കി ജില്ല മുഴുവൻ അറിയപ്പെടുന്നത്. ബാക്കിയുള്ള ചെറുതോണിയും കട്ടപ്പനയും കുമളിയും പോലുള്ള പ്രദേശങ്ങളെല്ലാം അറിയപ്പെടുന്നത് ഈ ഇടുക്കി കവലയുടെ പേരിലാണ്. ഈ ജില്ലയുടെ പേരും ഇടുക്കി എന്നാണ്. ഈ സ്ഥലമാണ് യഥാർത്ഥ ഇടുക്കി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇടുക്കിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് ഉള്ള റോഡിലുള്ള ഹെയർപിൻ വളവിൽ തന്നെയാണ് ഈ വ്യൂ പോയിൻ്റ് ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് വന്ന താഴത്തെ വഴികളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് വണ്ടി പോകുന്ന, വാഹനം പോകുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്നാൽ കാണുന്ന മുമ്പേ നമ്മൾ കണ്ട കാഴ്ചയുടെ കുറച്ചുകൂടി തെളിഞ്ഞ രൂപം. ഇതാണ് ഇടുക്കി ഡാമിൻ്റെ, ആർച്ച് ഡാമിൻ്റെ ഒരു ദൃശ്യം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് എന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒട്ടനവധിയായ ആളുകൾ ഇവിടെ വന്ന് നിന്ന് ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിട്ടുണ്ട് ഈ പ്രദേശം. വളരെ മനോഹരമായ ഒരു കാഴ്ചയും മലകൾ അതിരിടുന്ന നമ്മുടെ ഇടുക്കി ഡാമിനെയൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് കണ്ട കളിക്കളമാണ് അങ്ങ് താഴെ തെളിഞ്ഞ് കാണുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് ഈ വ്യൂ പോയിൻ്റ്. ഇത് കട്ടപ്പനയ്ക്ക് പോകുന്നൊരു വഴിയാണ്, ഹെയർപിൻ ആണ്. എങ്കിലും ഇവിടെ ആയിട്ടുള്ള ഒട്ടനവധി ആളുകൾ അല്ലെങ്കിൽ സഞ്ചാരികൾ, കാഴ്ചക്കാരെല്ലാം ഇവിടെ വരികയും ഇവിടെ നിന്നുകൊണ്ട് ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്യുന്നു. ഒട്ടനവധി ആളുകളുണ്ട്. ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വളർന്നിരിക്കുന്നു. നമ്മുടെ റൈഡേഴ്സൊക്കെ, യാത്ര ഹരമാക്കിയ ആളുകൾ, 2 വീലറുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ യാത്ര പോകുമ്പോൾ ഇത്തരം വ്യൂ പോയിന്റുകളിൽ നിർത്തുന്നു, കാഴ്ചകൾ കാണുന്നു, ഫോട്ടോ എടുക്കുന്നു. അത് ഫാമിലി ആയിട്ടുള്ള ആളുകൾ എല്ലാവരുമുണ്ട്, തന്നെ വരുന്നവരുണ്ട്, ബൈക്കിൽ വരുന്നവരുണ്ട്. നിരവധിയായ ആളുകളാണ് ഈ സായാഹ്നമൊക്കെ ചെലവഴിക്കാൻ യാത്രകൾ തേടി ഒട്ടനവധി ആളുകളാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ഇടുക്കി ഡാമിൻ്റെ കാഴ്ച, ആർച്ച് ഡാമിൻ്റെ കാഴ്ച കാണുന്നു. മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളും കൂടുതൽ കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. മനോഹരമായ കാഴ്ചകൾ ഇനിയും തുടരും. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ടാറ്റ ടാറ്റ ടാറ്റ.